ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി 7ാം നാളിലേക്ക് കടന്നതോടെ പരിഹാരം കാണാൻ റഷ്യ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറെന്ന് വ്യക്തമാക്കി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തി. ലോകത്തിനാകെ ആശങ്കയായി മാറുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഉടൻ പരിഹാരം കാണണമെന്ന് റഷ്യൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഇതിനായി ഇരു രാജ്യങ്ങളുമായി നല്ല ബന്ധമുള്ള റഷ്യ ഇടപെടാൻ തയ്യാറെന്നും പുടിൻ വ്യക്തമാക്കി. ഇറാന് സമാധാനപരമായ ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശമുണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. ഉപാധികളില്ലാതെ ഇസ്രായേലിന്റെ സുരക്ഷ സംരക്ഷിക്കപ്പെടണമെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും താൻ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇരുവരുമായി സംസാരിച്ച ശേഷമാണ് റഷ്യ മധ്യസ്ഥത വഹിക്കാമെന്ന കാര്യം പുടിൻ അറിയിച്ചത്. ടെല്ലവീവിന്റെ സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കുന്നതിനൊപ്പം ടെഹ്റാന്റെ സമാധാനപരമായ ആണവ വികസനത്തെ പിന്തുണയ്ക്കാൻ റഷ്യ തയ്യാറാണെന്നും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാർ സാധ്യമാണെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. ഇറാൻ റഷ്യ കരാറിൽ പ്രതിരോധ സഹകരണമില്ലെന്നും അതിനാൽ അത്തരം ചർച്ചകൾ അനാവശ്യമാണെന്നും പുടിൻ വിശദീകരിച്ചു. അതേസമയം സംഘർഷത്തിന്റെ 7ാം നാൾ ഇസ്രായേലിനെ നടുക്കി വീണ്ടും ഇറാന്റെ കനത്ത മിസൈൽ ആക്രമണം നടന്നെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ടെല്ലവീവ് അടക്കം നഗരങ്ങളിൽ മിസൈൽ പതിച്ച് കനത്ത നാശനഷ്ടമുണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇറാന്റെ മിസൈൽ ആക്രമണ കേന്ദ്രങ്ങൾ മിക്കതും തകർത്തെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. ടെല്ലവീവ്, റംദ്ഗാൻ, ഹോളോൺ, ബർഷോബ എന്നീ ഇസ്രായേലി നഗരങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ വീണു. ബർഷോബയിലെ സെറോക്ക ആശുപത്രിയിൽ കനത്ത നാശം സംഭവിച്ചെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. കെട്ടിടങ്ങൾക്കും കാര്യമായ നാശനഷ്ടമുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒട്ടേറെ മലയാളികൾ ജോലി ചെയ്യുന്ന നഗരങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്.